നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ E.T. ടൈസൺ MLA പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ശ്രീനാരായണപുരം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കാലടി പാറപ്പുറം സ്വദേശി അലൻ, താന്നിപ്പുഴ കുറ്റുകാരൻ വീട്ടിൽ ഷാനു എന്നിവരാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടിയിൽ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സനീഷ് കുമാർ ജോസഫ് MLA നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരിയിൽ കേരള ഷോളിയർ നിറയ്ക്കണമെന്നാണ് കരാർ. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിയമതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെട്ട് ഉപകരാർ പ്രകാരം അർഹമായ വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ E.T. ടൈസൺ MLA പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ശ്രീനാരായണപുരം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. ജനപ്രതിനിധികൾ അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത്. ശ്രീനാരായണപുരം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് MLA E.T. ടൈസൺ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും നാഷണൽ ഹൈവേ നിർമ്മിക്കുന്ന ശിവാലയ കമ്പനി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. 5-ാം പരത്തിയിൽ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പരിഹരിക്കാനും ഹൈവേയിലെ പൈപ്പ് ലൈനുകളുടെ എല്ലാ തകരാറുകൾ തീർക്കുന്നതിനും ശിവാലയ കമ്പനി മുൻകൈയെടുക്കും. NH-ന് ഇരുവശത്തെയും പൈപ്പ് ലൈനുകളുടെ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനി മുൻകൈയെടുക്കും. നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുടിവെള്ളം മുടങ്ങിയാൽ ശിവാലയ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിക്കും. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്തെ പൈപ്പ് ലൈനുകളുടെ തകരാറുകൾ മുഖാന്തരം വെള്ളം എത്താത്തതിന് വാട്ടർ അതോറിറ്റി പരിഹരിക്കും. പ്രസിഡന്റുമാരായ MS മോഹനൻ, വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റുമാരായ സജിത പ്രദീപ്, നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PA നൌഷാദ്, ഷാഹിദ മുത്തുക്കോയ തങ്ങൾ, ഷീല, ഹേമലത, രാജു കുട്ടൻ, സെക്രട്ടറിമാരായ രഹന P. ആനന്ദ്, ശ്രീകുമാർ, വാർഡ് മെമ്പർമാരായ CS സുബീഷ്, KR രാജേഷ്, ശീതൾ, ഇബ്രാഹിം കുട്ടി, വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാരായ ബിന്നി പോൾ, ലിറ്റി ജോസ്, ഹൈഡ മോസസ്, ഓവർസിയർ ശ്രീതു, കൃഷ്ണേന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മോട്ടോർ ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കാലടി പാറപ്പുറം സ്വദേശി വാളാടിക്കുട്ടം അലൻ, താന്നിപ്പുഴ കുറ്റുകാരൻ വീട്ടിൽ ഷാനു എന്നിവരാണ് പിടിയിലായത്. മുരിങ്ങൂർ മേലൂർ നടുത്തുരുത്ത് റോഡിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് 2 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിലാവുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര ബൈക്കും കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച പണവും എക്സൈസ് പിടികൂടി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായെന്നുള്ള കാര്യം അന്വേഷിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ S. സമീർ പറഞ്ഞു. ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് പറയുന്നു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായി ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്നും അലന്റെ പേരിൽ വേറെയും കഞ്ചാവ് കേസുകളുണ്ടെന്നും പറയുന്നു. ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്തുവാനാണ് കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും പ്രതികൾ സമ്മതിച്ചതായും പറയപ്പെടുന്നു. കൊന്നക്കുഴിയിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പരിയാരം പഞ്ചായത്ത് കൊന്നക്കുഴിയിൽ OP പത്രോസ് ആൻഡ് എസ്റ്റേറ്റിലെ റബ്ബർ പുകപ്പുരയ്ക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് 4:30 തീപിടിച്ചത്.
ഫയർഫോഴ്സിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC മുരളിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഏകദേശം 1.5 ടൺ ഒട്ടുപാൽ കത്തിനശിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബിജു ആന്റണി, സേനാംഗങ്ങളായ TD ദീപു, C ജയകൃഷ്ണൻ, അനിൽ മോഹൻ, മനു PM, നിഖിൽ കൃഷ്ണൻ, K അരുൺ, ശ്യാം മോഹൻ എന്നിവരടങ്ങിയ സംഘമാണ് തീയണച്ചത്. മേലടൂർ സൗഹൃദ വയോജന ക്ലബിന്റെ പാഥേയം 530 ദിവസം 10,000 പൊതിച്ചോർ വിതരണം എത്തുന്നതിന്റെ ആഘോഷം നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മുടക്കം കൂടാതെ അത് 10,000-ലധികം ആളുകളുടെ വയറ് നിറച്ചു അല്ലെങ്കിൽ മനസ്സ് നിറച്ചു എന്ന ഏറ്റവും സാർത്ഥകമായ അഭിമാനകരമായ ഒരു നിമിഷത്തിൽ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ നമ്മുടെ പകൽ വീടിന്റെ അല്ലെങ്കിൽ വയോജനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പദ്ധതി ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇല്ല എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ വീടുകളിലെ 60 വയസ്സ് കഴിഞ്ഞാൽ വിശ്രമ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൻ്റെ ഉള്ളിലേക്ക് ഒരു 4 ചുവരിനുള്ളിലേക്ക് തളയ്ക്കപ്പെടേണ്ട നമ്മുടെ ഭാര്യം എന്ന് വേണമെങ്കിൽ പറയാം, രണ്ടാം ഭാര്യം. ആ രണ്ടാം ഭാര്യത്തെ ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുക എന്നത് അന്നമനടയുടെ മറ്റൊരു മാതൃകയാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. PK മോഹനൻ, TK സതീശൻ, OC രവി, പത്മനാഭൻ, CR പുരുഷോത്തമൻ, ബേബി പൗലോസ്, MC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം കിഡ്സും സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനും സംയുക്തമായി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകി. +2 മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. കിഡ്സ് ക്യാമ്പസിൽ നടന്ന പരിപാടി കോട്ടപ്പുറം രൂപതാ വികാരി ഫാദർ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത്, സിസ്റ്റർ അനറ്റ്, കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് എന്നിവർ സംസാരിച്ചു. 81 ലാപ്ടോപ്പുകളാണ് കൈമാറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചാലക്കുടി നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ E.T. ടൈസൺ MLA പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. ശ്രീനാരായണപുരം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കാലടി പാറപ്പുറം സ്വദേശി അലൻ, താന്നിപ്പുഴ കുറ്റുകാരൻ വീട്ടിൽ ഷാനു എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.